ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തിനാ നേരത്തെ നീച്ചത്? അയ്യോ, എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പുതിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കണ പുതിയൊക്കെ എന്നെ തേച്ചിട്ടോ? എന്നെ തേക്കായിട്ടാണ് മുടി ഇങ്ങനെ ഇങ്ങനെ ബൂം നിൽക്കുന്നത്. എന്നെ തേച്ചാട്ടാണ് കുച്ചൻ്റെ. ഹലോ ഗൈസ്, അപ്പോൾ ദാ സമയം 9 മണി കഴിഞ്ഞിട്ടാ. കല്യാണിക്കുട്ടി ഇത് നേരത്തെ നീച്ചിട്ടുണ്ട്. സാധാരണ എൻ്റെ കൂടെ നീച്ച് വരാറില്ല. അപ്പോൾ നമുക്കിന്ന് പുട്ടും ചെറുപയറുകൾ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ രാവിലെ ഏകദേശം 9 മണിക്കായിട്ടാണ് എണീറ്റത്. പുട്ടും ചെറുപയറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം ഇന്നലെ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ രാവിലെ പുട്ടുണ്ടാക്കിയാൽ പുട്ടും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആണല്ലോ. പക്ഷേ ഇന്നലത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ചിക്കൻ കറി ബാക്കി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചെറുപയർ അപ്പം തന്നെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ് വന്നിട്ട് വേഗം പുട്ടിനൊക്കെ നനച്ച് വെച്ചു. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടി ആയിട്ട് ഏകദേശം കഴിയാനായി. പിന്നെ പുട്ടുപൊടി നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ കുറച്ച് ടൈം എടുക്കും വരാൻ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ ലേറ്റ് ആവുന്ന സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണല്ലോ പുട്ട്. അങ്ങനെ വേഗം നനച്ച് വെച്ചു. പിന്നെ വേഗം എന്ത് ചെയ്തു, ചെറുപയർ വേഗം കൈയോടെ കുക്കറിലിട്ടുട്ടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പാചകത്തിന് കല്യാണിക്കുട്ടി ഉണ്ട് കൂടെ. ഇന്ന് പാചകവും വാചകവും കൂടിയാണ്. ആളെൻ്റെ ഒപ്പം ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സാധാരണ ഈ നേരത്തൊന്നും ആൾ എണീറ്റ് വരാറില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ആൾ. അടുക്കളയിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം സംസാരം കൂടി ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്യും, അവിടുത്തെ ടിന്നും കാര്യങ്ങളൊക്കെ എടുത്ത് മറിക്കാൻ തുടങ്ങും. കുഞ്ഞിക്കുമ്പോൾ വിശക്കുണ്ടോ? ഓയിന്ന് പറയും കുക്കർ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുപയർ വേവാൻ വെച്ചതല്ലേ, വേവണ്ടേ? ഞങ്ങൾക്ക് പേടിയാണെങ്കിൽ ഈ റൂമിലേക്ക് പോയിക്കോ. ഗ്യാസ് ഓഫാക്കാൻ പറ്റില്ല. ചെറുപയർ കറി വെക്കണ്ടേ? അനക്ക് പേടിയാണെങ്കിൽ പോയിക്കോ, അകത്തേക്ക് പോയിക്കോ. ഈ അകത്തേക്ക് പോയിക്കോ അനക്ക് പേടിയാണെങ്കിൽ. അത് ഊരി എങ്ങനെ കറി ആവുമോ? കല്ലു കറി വെക്കുമോ? പിന്നെ എങ്ങനെ കറി വയ്ക്കുക കല്ലു? ഞങ്ങൾക്കൊന്നും അറിയില്ല. ആൾക്കില്ലേ കുക്കറിൻ്റെ വിസിൽ ഭയങ്കര പേടിയായിട്ടാണ്. ചെറിയ കുട്ടികളുടെ സമയത്തൊക്കെ നമ്മൾ ഹാളിലൊക്കെ കിടത്തിയിരുന്ന് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിലടിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൾ ഭയങ്കര കരച്ചിലൊക്കെ കരയുമായിരുന്നു. ഇപ്പോഴും ആ പേടി ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ കുക്കർ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ ആളിങ്ങനെ അങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ പിന്നോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മ കുക്കറിൽ കുക്കർ വെക്കുന്നത്, അത് വിസിലടിക്കില്ലേ? എന്തും ഒയ് എന്ന് പറയില്ലേ, വിസിലടിക്കണേ അങ്ങനെ പറയാം. ഒയ് എന്ന് പറയില്ലേ, അപ്പം എനിക്ക് പേടിയാവില്ലേ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് പറയണം. പിന്നെ കുറേ എന്നെ കളിയാക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അമ്മേൻ്റെ മുഖം എന്താ ഇങ്ങനെ, അമ്മേൻ്റെ മുഖത്ത് എന്താ കുഞ്ഞു മുഖമായേ, അമ്മേൻ്റെ മുഖം എന്താ വലിയ മുഖമായേ, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഭയങ്കര സംശയങ്ങളാണ്. ഈ നേരത്തെ എണീക്കാറേ ഇല്ല. എണീറ്റ് വന്നാലാണെങ്കിൽ ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ അടുപ്പത്ത് കയറ്റി കുക്കറിൽ ചെറുപയറിട്ടു. പിന്നെന്താ, നമ്മൾ കറിയിലേക്ക് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടി പുഴുങ്ങാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 മുട്ട എടുത്തിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലിട്ടു കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുട്ടാകുമ്പോൾ തന്നെ മുട്ട അതിനൊപ്പം ആകുമല്ലോ. അപ്പോൾ അതിലിടാനാണെങ്കിൽ ഒരു കയ്യിൽ നോക്കിയിട്ട് എവിടെയും കാണില്ല. അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇട്ടിട്ട്. പൊട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പൊട്ടിയിട്ടില്ല എന്തായാലും. പിന്നെ വേഗം നമ്മുടെ കറിയിലേക്ക് തേങ്ങ അരച്ച് കൂട്ടി സെറ്റാക്കി. പിന്നെ അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. വേഗം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വേഗം നമ്മുടെ കട്ടൻ ചായക്ക് വെച്ചു. ഓരോ അടുപ്പൊഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓരോന്ന് വെച്ചു. പിന്നെ പുട്ടായി. പുട്ടിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുട്ടിൽ തേങ്ങ ഇടാറില്ല. കാരണം തേങ്ങ ചിരവാൻ ഒന്നാമത് മടിയാണ്. കാരണം ആ സാധനത്തിൽ തേങ്ങ ചിരവുമ്പോൾ ആകെ സ്പ്രെഡാവും തേങ്ങ. പിന്നെ ഇങ്ങനെ മുറിച്ച് മിക്സിയിൽ ഇങ്ങനെ കറക്കണം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുട്ടിൽ തേങ്ങേൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, ആവശ്യമില്ല എന്നല്ല, ചില ആൾക്കാർക്ക് പുട്ടിൽ തേങ്ങ മസ്റ്റാണല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനെ പുട്ടിൽ തേങ്ങ ഇടുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. ചില ആൾക്കാർ തേങ്ങ മാത്രമായി ഇങ്ങനെ വാരത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങയ്ക്ക് ക്ഷാമമാകുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ.
അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു ഒന്ന്, പക്ഷേ ഞാൻ പൊട്ടിച്ചില്ല. കാരണം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കേണ്ട ഒരാവശ്യം വരുമ്പോൾ നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പൊട്ടിച്ച് വെച്ച വെറുതെ കേടുവരല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ പൊട്ടിച്ചില്ല. നാളെ കണിഞ്ഞ് എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ കൊടുത്തു, ഏട്ടനൊക്കെ ചായ കുടിച്ചിട്ട് പോയി. പിന്നെ ഞാനത് പല്ലേക്കാൻ നിന്നുണ്ടോ. എണീറ്റ് വരുമ്പോൾ തന്നെ ഞാൻ പല്ലേക്കാൻ നിൽക്കാറില്ല. അതൊക്കെ ഏട്ടനൊക്കെ പോയി സ്വസ്ഥമായതിന് ശേഷം ഞാൻ പല്ല് തേക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചു. കല്യാണിനെ പല്ല് തേക്കാൻ വിളിച്ചപ്പോൾ കല്യാണി വരുന്നല്ല. കല്യാണി ആ ടാബ് എത്തിയിരിക്കണം കേട്ടോ. ടാബിലിപ്പോൾ ഗെയിം കളി മാത്രമേ ഉള്ളൂ, അത് എപ്പോഴെങ്കിലുമൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ച് ആളിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വലത്തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കട്ടൻ കുടിക്കാച്ചിട്ട് വേഗം അടുക്കളയ്ക്ക് പോയി. അവളെ വിളിച്ചിട്ട് അവൾ വരുന്നല്ല. അവളെന്തൊക്കെയോ ലൊട്ടിലൊടക്ക് ന്യായം പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും മറുപടി ഉണ്ടാവും നമ്മൾ ചോദിച്ചാൽ. ചായ കുടിച്ചിട്ട് പല്ലേക്കാൻ പാടില്ല. പല്ലത്തെ പുഴുവൊക്കെ കുമ്പേക്ക് വരും കേട്ടാ. പല്ലേക്കാൻ പോവാ. ഓക്കെ, നടക്കുന്നല്ലേ, ബ്രഷ് എടുക്കാൻ നടക്ക്. നടക്കടി കലക്കി. എന്താ അത്? കവതോ? എന്തിനാ കവതിൽ കാലിട്ടിക്കുന്നത്? ചൂടെടുക്കേ. അപ്പം ഞങ്ങളുടെ ചായ കൂടി ഇതാ ഇപ്പോൾ കഴിയണല്ലോ കേട്ടാ. അല്ല കല്ലു? അങ്ങനെ ഇതാ ഞങ്ങളുടെ രണ്ടാളെ പല്ലേപ്പും ചായ കുടിക്കലും ഒക്കെ കഴിഞ്ഞ് അടുക്കള അതാ ഏകദേശം ഈ കോലായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നല്ല ലേറ്റ് ആയിട്ടാണ് ചായ കുടിക്കാറ്. കാരണം ചായ കുടിച്ച് കഴിയുമ്പോൾ ലേറ്റ് ആവും. ഏതെങ്കിലും ഒരു ഫിലിം കണ്ടിട്ട് അപ്പോൾ ചായ കുടിക്കുക. ഇപ്പോൾ കുറച്ചായിട്ടുള്ള ശീലമാണ്. ഇന്നിപ്പോൾ കണ്ട ഫിലിം വെട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നേരമായിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പാത്രം അവിടെ കൊണ്ടുവച്ചിട്ട് ഞാനത് വേഗം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ബാൽക്കണിയിൽ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ വെച്ച് സ്നേഹിച്ചു വിട്ടാ. എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന ഉമ്മയല്ലേ. ആൾക്ക് ഉമ്മ തരാൻ വലിയ മടിയൊന്നുമില്ല, എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ നേരം ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു പരുന്ത് ഇങ്ങനെ ഒരു വട്ടം കറങ്ങുന്നത് കാണാം. പക്ഷേ ആ പരുന്തിൻ്റെ കൂടെ ആ മരത്തുമുള്ള ഞാൻ ഇന്നാട്ട കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞത് വീഡിയോയിൽ കിട്ടൂലായിരുന്നു. S23 ആയ കാരണം നല്ല സൂമാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പരുന്തിൻ്റെ കേട്ടോ സംഭവം. അങ്ങനെ പരുന്തിനെയൊക്കെ നോക്കി നിന്നു. എപ്പോഴും അതിങ്ങനെ വട്ടം കറങ്ങുന്ന കാണാം, പക്ഷേ ഒരു കൂട് ഞാൻ ഇന്നാണ് കാണുന്നത്. അങ്ങനെ വേഗം അടിച്ചോരലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞു കല്യാണിക്കുട്ടീൻ്റെ. കുളി കഴിഞ്ഞാൽ പിന്നെ ക്രീം തേക്കൽ നിർബന്ധമല്ല. അപ്പോൾ കയ്യിൽ ക്രീമായിട്ട് നടക്കുകയാണേ. കയ്യില് എന്ത് ക്രീം? കുരു വന്നിട്ട് ഡോക്ടർ വന്ന ക്രീമോ? ഇത് കണ്ടേ ലിബാം അമ്മട്ടര. എന്താ പിന്നെ സുന്ദരി കുട്ടിയായി. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ചോറിനായിരുന്നു. ചോറിന് ഇന്നലത്തെ നെയ്ച്ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറി ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മുട്ട ചിക്കി ചെയ്തു കേട്ടോ. അങ്ങനെ രാവിലെ കണ്ട വെട്ടം സിനിമേൻ്റെ ബാക്കി കണ്ടോണ്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നു. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ ഇനി ചോറ് കഴിഞ്ഞാൽ വേഗം രണ്ടുപേരും കൂടി ഒരു കിടത്തണ്ട് കിടക്കും. ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെ ചിലപ്പോൾ ഉറങ്ങി നീച്ചാൽ ചിലപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നിയാൽ ചിലപ്പോൾ ഒരു ചായ കുടിക്കും. പിന്നെ രാത്രിത്തെ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.